നാട്ടിക നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വലിയ ശ്രദ്ധാകേന്ദ്രമായി കേരളത്തിൽ മാറുന്നു. കാരണം ആ സിറ്റിംഗ് MLA ആയിരുന്ന CC മുകുന്ദൻ, അദ്ദേഹം രാഷ്ട്രീയ നിലപാടുകൾ തിരുത്തപ്പെടുന്നു. പുതിയൊരിടത്തേക്ക് അദ്ദേഹം മാറുന്നു. ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായി CPയുടെ മുഖമായിരുന്ന ഒരാൾ NDA സ്ഥാനാർത്ഥിയായി അടക്കം മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ വിശദീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കേൾക്കാം. പെട്ടെന്ന് ഈ ഒരു നിലപാടുകൾ കൊണ്ട് തന്നെയാണ് ശ്രദ്ധേയമാവുന്നത്. അതിൽ താങ്കളുടേതായ വിശദീകരണങ്ങളും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ വിശദീകരണമൊക്കെ നമ്മൾ ഇതുമാതിരി നമ്മുടെ ഈ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള വിശദീകരണം എല്ലാ മേഖലയിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പുറത്ത് തന്നെ NDAയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ പുതിയ മുഖമാണ് നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിൽ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നത്. മുൻകാലങ്ങളൊക്കെ അപേക്ഷിച്ച് എല്ലാവരും തന്നെ ഉൾക്കൊള്ളാണ്. ഏത് കാര്യങ്ങളായാലും എൻ്റെ അടുത്ത് വന്നാൽ നടപ്പിലാക്കി തരുമെന്നൊരു പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എന്നെ ഈ നാട്ടിക നിയോജകമണ്ഡലം ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവത്തിലൂടെ പോകാൻ എവിടേക്കും ഏത് സമയത്തും ഈ നാട്ടിക മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ്, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ പ്രതീക്ഷയാണ് എൻ്റെ മനസ്സിലുള്ളത്. ആൾക്കാർ ഉൾക്കൊണ്ടിട്ടു. അതുകൊണ്ട് അത് വളരെ ഭംഗിയായി എൻ്റെ 5 വർഷത്തെ വികസനവും അതുപോലെ ഈ NDAയിൽ ചേർന്നതിൻ്റെ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റവും വളരെയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പുരോഗതി നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷം വിജയിക്കുമ്പോൾ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യം പൂർണ്ണമായി സംരക്ഷിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള. ജനങ്ങളും അത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ CPI ഈ രീതിയിലൊരു രാഷ്ട്രീയ നെറുവേടുന്നെല്ലാം തന്നെ പലരും സൂചിപ്പിച്ചൊരു സാഹചര്യം, അങ്ങനെ മാറ്റി നിർത്തപ്പെടാനുള്ളൊരു സാഹചര്യം എങ്ങനെ മാറ്റി നിർത്തപ്പെടാനുള്ള സാഹചര്യത്തെക്കുറിച്ച് അവിടുത്തെ വരുന്ന ചില സംസാരങ്ങളാണ് നമുക്ക് ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷമുള്ളത്. ഞാൻ ഇതിനു മുമ്പ് പറയേണ്ട ഒരു പേയ്മെൻറ്റ് സെറ്റിനെ കുറിച്ച് പറയേണ്ടായി. ഇതിനകത്തൊരു മാറ്റപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ 10 വർഷം മുമ്പോട് ഭരിക്കപ്പെട്ട സ്ഥാനാർത്ഥി വീണ്ടും കൊണ്ടുവരികയാണ്. ആ സ്ഥാനാർത്ഥിയെ മാറ്റുന്നതിനുള്ള നടപടി പാർട്ടി എടുത്തിട്ട് പോലും വീണ്ടും അവരെ കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ മത്സരരംഗത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. പാർട്ടി സംഘടനാ മിഷനറി അനുസരിച്ച് ഒരിക്കലും അത് യോജിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അതുപോലെ ഇവരെക്കാളും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരുപാട് സ്ഥാനാർത്ഥികൾ അപേക്ഷകളും ഉണ്ടായിരുന്നു. അതുപോലും പരിഗണിക്കാതെ ഒരു പേയ്മെൻറ്റ് സീറ്റാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു താല്പര്യമാണ് ഈ പാർട്ടി സ്വീകരിച്ചത്. അതുകൊണ്ട് ആ പാർട്ടിയോടുള്ള വിരോധം രേഖപ്പെടുത്തുകയും മാത്രമല്ല ജനങ്ങളത് ബോധ്യപ്പെടുത്തുന്നതുമാണ് ഈ തെരഞ്ഞെടുപ്പോടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു നിലപാട് അത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. യാതൊരു തർക്കം. ഞാൻ പറഞ്ഞ 5 വർഷക്കാലം പതിച്ചതിൻ്റെ ഫലമായി ജനങ്ങളുടെ താല്പര്യം വളരെയേറെ ഗുണകരമാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഒരു വികസനം ഈ പ്രദേശത്ത് മെച്ചപ്പെട്ടതാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ വലിയ പ്രതീക്ഷ. കൂടാതെ ഈ പാവപ്പെട്ട ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കാൻ ജനങ്ങളുമായി നല്ല സംവാദം നടത്തി അവരുടെ ആഗ്രഹങ്ങൾ കൃത്യമായി സംരക്ഷിച്ചു പോകുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഒരിക്കലും എന്നെയും നാട്ടിക നിയോജക ജനങ്ങൾ മറക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും നാൾ എതിർത്തിരുന്ന ഒരു രാഷ്ട്രീയം പെട്ടെന്ന് ചേർക്കുമ്പോൾ കൂട്ടി നിർത്തുമ്പോൾ അതിലൊരു വൈരുദ്ധ്യത. അതിൻ്റെ അകത്ത് രാഷ്ട്രീയം വേറെ, ജനങ്ങളാണ് നമുക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയം. അല്ലാതെ രാഷ്ട്രീയം അവർ കൊണ്ടുനടന്നോട്ടെ, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ താല്പര്യം സംരക്ഷിച്ച് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ടാണ് NDA പ്രസ്ഥാനമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തന രംഗത്ത് എന്നെ ഒരു സ്ഥാനാർത്ഥിയാക്കിയതും. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും വലിയൊരു മാറ്റം ഈ നാട്ടിക നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? എൻ്റെ പ്രതീക്ഷ എന്ന് വെച്ചാൽ നമ്മുടെ ദേശീയ പ്രധാനത്തോടുള്ളൊരു വികസനം. നമുക്കറിയാലോ, കേന്ദ്രത്തിൽ ഭരിക്കുന്നത് നമ്മുടെ NDA പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആ ഫണ്ടുകൾ കൃത്യമായി നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിൽ വന്ന് വലിയ വികസനം നടത്താനുള്ള ചില പദ്ധതികൾ തയ്യാറാക്കിയിട്ടാണ്. അത് എൻ്റെ പാർട്ടിയുമായി കൂടി ആലോചിച്ച് NDAയുമായി കൂടി ആലോചിച്ച് വലിയൊരു വികസനം ഈ മണ്ഡലത്തിൽ നടപ്പാക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതുമായി അവിടുത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും അതുപോലെ മുമ്പ് മത്സ്യരംഗത്ത് വന്നിട്ടുള്ള മറ്റേ മന്ത്രിയൊക്കെ വന്ന് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ വലിയ വികസനം മത്സ്യമേഖലയാണ്, കൃഷിമേഖലയാണ്. ആ തൊഴിലൊക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ജനങ്ങൾക്കറിയാം മുമ്പ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ വലിയ മാറ്റമാണ്. ഏത് പ്രസ്ഥാനം വന്നാലും അതിനെ അട്ടിമറിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും കൂടുതലായാലും എനിക്കൊരു ഗുണം ചെയ്യുന്നത് നമ്മുടെ തുപ്രയാർ ക്ഷേത്രമാണ്. ലോകപ്രസിദ്ധിയുള്ള നമ്മുടെ തുപ്രയാർ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ എല്ലാ ജനങ്ങളും ഭക്തജനങ്ങളും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുകൊണ്ട് വലിയൊരു മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രതീക്ഷ. അതിനനുസരിച്ചുള്ള വികസനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് NDAയുമായി പരിശോധിച്ച് നമ്മൾ നടപ്പാക്കാൻ മന്ത്രിയുമായി ആലോചിച്ച് നടപടി സ്വീകരിച്ച് എത്രയും പെട്ടെന്ന്
അത് നടപ്പിലാക്കുന്ന ആവശ്യമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഈ പരിപാടിയിൽ പറയാനുള്ളത്. പ്രധാനമന്ത്രി സന്ദർശിച്ചൊരു സ്ഥലമാണ് ഈ തൃപ്രയാർ പരിസരമെല്ലാം. പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ദേശീയ പ്രധാനമന്ത്രി നേതാക്കന്മാർക്ക് ഈ മണ്ഡലത്തിൽ വന്നത് ഞാൻ പിന്നെ അതിൻ്റെ റിസൾട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ ഇവിടെ പ്രധാനമന്ത്രി വന്നു. അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ മഹാത്മാഗാന്ധിയൊക്കെ വന്ന പ്രദേശമാണ്. വളരെ ചരിത്രപ്രസിദ്ധമായ നാട്യ മണ്ഡലമാണത്. അതുപോലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു നാട്യ മണ്ഡലമാണ്. അവരുടെ ജീവാത്മകമായ പ്രവർത്തന രംഗത്ത് ജീവൻ കൊടുത്തു ഞാൻ പോരാടും. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ഭൂരിപക്ഷം നേടിയെടുക്കാനായിട്ട് ഇവിടുത്തെ BJP പ്രവർത്തകർക്കെല്ലാം തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞിരുന്നു. അതെല്ലാം കൂടുതൽ ആത്മവിശ്വാസം. അതുകൊണ്ടാണ് ഇപ്പോൾ അപ്പുറത്തുള്ള പാർട്ടിക്കാർക്ക് മാനസികമായ പേടി, ഭയപ്പാടാണ്. ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷമാണ് നാട്യ നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾ സമർപ്പിച്ചത്. അത് ഏത് അടയാളത്തിൽ? താമര ഇതിലാണ് വലം കിട്ടിയത്. അതുകൊണ്ട് ഒരു ഭയപ്പാടുമില്ല ഞങ്ങളുടെ പ്രവർത്തകർക്ക്. നല്ല സന്തോഷകരമായ അനുഭവത്തോടെ ഇതിനേക്കാളും ഭൂരിപക്ഷം നാട്യ നിയോജകമണ്ഡലത്തിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് CC മുകുന്ദൻ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയ നിലപാടുകൾ മാറിയെങ്കിലും അത് ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് കഴിയുമെന്ന് തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. മികച്ച പദ്ധതികൾ താൻ പോയ വർഷങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് അദ്ദേഹം നേടുന്നത്. ആത്മവിശ്വാസത്തോടെ പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം ചേരുമ്പോൾ നാട്ടിക പുതിയ ചരിത്രം എഴുതുന്ന വിശ്വാസത്തിൽ തന്നെയാണ് പ്രവർത്തകരും. തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ KP ദാനേഷിനൊപ്പം ഡാനി പോൾ, News 18.